ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ എയർപോർട്ടിൽ പോകാനായി വണ്ടിയിലിരിക്കുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന ആൾ മിങ് ആണോ എന്ന് ജാഷു സാങ്ഷിയോട് ചോദിക്കുന്നു. കുടിച്ച് ബോധമില്ലാതെ താൻ എന്തൊക്കെ അവനോട് പറഞ്ഞു എന്നോർത്ത് അവൾ ആകെ ടെൻഷനാക്കുന്നുണ്ട്. മിങ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളിനെക്കുറിച്ച് വിവരിക്കാൻ അവൻ പറയുന്നു. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞിരിക്കുന്നു. മുഖത്ത് നിന്ന് അവൻ സത്യം മനസ്സിലാക്കിയില്ലെന്ന് പേടിച്ച് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ മടിച്ചാണ് അവൾ ഇരിക്കുന്നത്. അവൻ വീണ്ടും കുത്തി ഓരോന്ന് ചോദിച്ചപ്പോൾ അവനെ ബേസ് ചെയ്തുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവൾ പറയുന്നു. പക്ഷെ തന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. അവൾ പറഞ്ഞതിൽ നിന്ന് എല്ലാ പെൺപിള്ളേരോടും സാധാരണയിൽ കൂടുതൽ നന്നായി പെരുമാറുന്ന ഒരു വായി നോക്കിയാണ് അവൾ ഇഷ്ടപ്പെടുന്ന ആളെന്ന ഒരു ഇമേജാണ് അവന് കിട്ടിയത്. അങ്ങനെ ഒരാളെ ഞാനിത്ര കണ്ടിട്ടേ ഇല്ല. അയാളെക്കുറിച്ച് കൂടുതൽ പറയാനൊക്കെ അവൻ വീണ്ടും അവളെ നിർബന്ധിക്കുന്നു. പക്ഷെ കൂടുതലൊന്നും പറയാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അറിയാൻ ഇത്ര ആകാംക്ഷ ഉണ്ടെങ്കിൽ കണ്ണാടിയിൽ പോയി നോക്കാൻ അവൾ മനസ്സിൽ പറയുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ഓരോന്നാലോചിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാത്ത ചേട്ടൻ സ്വന്തമായി ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിച്ചുകൂടെ എന്നവൾ ചോദിക്കുന്നു. എനിക്കിതുവരെ ഗേൾഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല, നീ ഒരെണ്ണത്തെ കണ്ടുപിടിച്ച് തരുമോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ മാത്രമേ എനിക്ക് അറിയൂ എന്നവൾ പറഞ്ഞപ്പോൾ അതായാലും എനിക്ക് ഓക്കെ ആണെന്ന് അവൻ പറയുന്നു. അവൾ കുറച്ച് അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ട്. ശരിക്കും സീരിയസ് ആയി തന്നെയാണോ പറഞ്ഞത് എന്നവൾ എടുത്ത് ചോദിക്കുന്നു. ആണെന്നവൻ പറഞ്ഞപ്പോഴും അവൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനു മുമ്പ് ഇവനിങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മാത്രം അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അവളെ ഇഷ്ടമാണെന്ന് ക്ലൂ നൽകാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവൾക്ക് പക്ഷേ അത് മനസ്സിലാകുന്നില്ല. പിന്നെ കാണിക്കുന്നത് സാങ്ഷി യാൻ്റെ കൂടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അവനാണ് അവളെ പിക്ക് ചെയ്യാനായി എയർപോർട്ടിലേക്ക് പോയത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് അച്ഛനും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നവളെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നു. അവൻ പിക്ക് ചെയ്യാൻ എത്താൻ താമസിച്ചു, അതുകൊണ്ട് എയർപോർട്ടിൽ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് ചെന്നിറങ്ങിയപ്പോൾ തന്നെ അമ്മയോട് പരാതി പറഞ്ഞ് അവൾ അവന് പണി മേടിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതനുസരിച്ച് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ 1 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്ന് അവൻ എക്സ്ക്യൂസ് പറയുന്നു. കുറെ കൂടി മുമ്പേ പോയി നിന്നിരുന്നെങ്കിൽ ഇത്രയും താമസിക്കില്ലായിരുന്നല്ലോ, അവൾക്ക് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ അപ്പോഴും അവനെ വഴക്ക് പറയുന്നു. അവൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ന്യൂ ഇയർ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. ഞാനിന് കൊണ്ടുവന്നത് 2 വശവും 2 ഷേപ്പിലുള്ള ഒരു സൺഗ്ലാസ് ആണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇതിപ്പോഴത്തെ ട്രെൻഡാണെന്ന് പറഞ്ഞ് അത് വെപ്പിച്ചിട്ട് അവനെ കൊണ്ട് നിർബന്ധിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറയിപ്പിക്കുകയും ചെയ്തിട്ടാണ് അവൾ അടങ്ങിയത്. അമ്മ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് ജാഷുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അമ്മ ചോദിക്കുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, ഭക്ഷണം സമയത്ത് കഴിക്കാതിരുന്നതുകൊണ്ടാണ് പ്രശ്നം അത്ര സീരിയസ് ആയതെന്ന് അവൾ പറയുന്നു. അവൻ്റെ ജോലിയെക്കുറിച്ചൊക്കെ അച്ഛനും അവളോട് തിരക്കുന്നുണ്ട്. അവൻ ഇപ്പോൾ തന്നെ കരിയറിൽ നല്ല രീതിയിൽ നിൽക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞു കളിച്ച് നടക്കുന്നതിനെ അവർ കുറ്റപ്പെടുത്തുന്നു. ജാഷുവിനെ കണ്ട് പഠിക്കാനും അവനോട് പറയുന്നുണ്ട്. കൂട്ടത്തിൽ കഴിഞ്ഞ തവണ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തിട്ട് അവൻ പോകാതിരുന്നതിനെ അമ്മ കുറ്റപ്പെടുത്തുന്നു. അടുത്ത ദിവസം മറ്റൊരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യാം, അതിനെങ്കിലും പോയി അറ്റൻഡ് ചെയ്യണം. നിനക്കെന്തായാലും സ്വന്തമായി പെൺപിള്ളേരെ കിട്ടുമെന്ന് തോന്നില്ല, ആരെങ്കിലും കണ്ടുപിടിച്ചില്ലെങ്കിൽ നീ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുമെന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ അപ്പോഴും ഒഴിഞ്ഞു മാറുന്നു. അന്ന് വൈകുന്നേരം ഞാൻ മതിലിന് മുകളിൽ ഒരു ബൾബ് മാറ്റിയാൻ തുടങ്ങിയപ്പോൾ സാങ്ഷി അവൻ്റെ പുറകെ കൂടുന്നു. അവനെ സഹായിക്കാനായി ടൂൾസൊക്കെ എടുത്തുകൊണ്ട് അവൾ അവൻ്റെ കൂടെ നിൽക്കുകയാണ്. അവൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവൾ പിന്തിരിയുന്നില്ല. അവളുടെ പതിവില്ലാത്ത സ്നേഹം കണ്ടപ്പോൾ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. കൂടുതൽ വട്ടം ചുറ്റാത്ത കാര്യം എന്താണെന്ന് പറയാൻ അവൻ പറയുന്നു. അവൻ അമ്മ അറേഞ്ച് ചെയ്യുന്ന ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നുണ്ടെന്നായിരുന്നു അവൾക്ക് അറിയേണ്ടിയിരുന്നത്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ ചേട്ടൻ തനിച്ചു പോകാൻ ചമ്മലാണെങ്കിൽ ജാഷുവിനെ കൂടെ കൂട്ടിന് വിളിക്കുക, 2 പേരും കൂടി ആകുമ്പോൾ ചമ്മൽ തോന്നില്ല എന്ന് അവൾ പറയുന്നു. നിനക്കെന്താണ് പെട്ടെന്ന് ജാഷുവിൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം എന്ന് അവൻ ചോദിച്ചപ്പോൾ ജാഷുവിന് ചേട്ടനേക്കാൾ ഒരു വയസ്സ് കൂടുതലില്ലേ, പക്ഷേ ഇതുവരെയായിട്ടും ഗേൾഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനും തനിച്ചായി പോകുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് അവൾ പറയുന്നു. അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളൂ, നീ വെറുതെ അതിലൊന്നും ഇടപെടേണ്ട എന്ന് ഞാൻ പറയുന്നു. ആ സമയത്ത് ഫോണിൽ വന്ന ഒരു മെസ്സേജ് നോക്കി അവൻ കാര്യമായി ചിരിക്കുന്നുണ്ട്. എനിക്ക് വേറെ പെൺപിള്ളേർ തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒരു പെൺകുട്ടി എൻ്റെ പുറകിൽ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുന്നുണ്ടെന്നവൻ അവളോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ അവൾ അത്ര കാര്യമാക്കി എടുക്കാത്ത രീതിയിൽ അവനെ കളിയാക്കി ചിരിക്കുന്നു. അവളുടെ കളിയാക്കൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ സത്യമാണ്, അതുകൊണ്ട് ജാഷുവിനോട് തനിച്ച് ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ അവളെ നൈസായി ഗേറ്റിന് പുറത്തിട്ട് പൂട്ടുന്നു. അബദ്ധം മനസ്സിലായപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഗേറ്റ് തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും മതിൽ ചാടി വന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അവൾ പുറകിൽ നിന്ന് കുറേ തവണ തുറക്കാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കാണാൻ സുന്ദരനാണെന്ന് പറയാമെങ്കിൽ തുറന്നു തരാം എന്നവൻ പറയുന്നു. ആദ്യം അവൾ എതിർത്ത് നിന്നെങ്കിലും അവസാനം അവൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു. അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞ് അവൻ ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അകത്തേക്ക് കയറി അവൾ അവനേക്കാൾ സ്പീഡിൽ ഓടിച്ചെന്ന് വീടിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറിയിട്ട് അവനെ പുറത്തിട്ട് പൂട്ടുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നും തുറക്കാതെ അവൾ മുറിയിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. അവൻ വേറെ വഴിയില്ലാതെ അവിടെ നിന്ന് അമ്മയെ ഉറക്കെ വിളിക്കുന്നുണ്ട്. രാത്രി അമ്മ അവളുടെ ബെഡൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന സമയത്ത് അലമാരയിൽ നിന്ന് ബ്ലാങ്കറ്റ് എടുക്കാൻ അവളോട് പറയുന്നു. അതെടുക്കാനായി അലമാര തുറന്നപ്പോഴാണ് ജാഷു നൽകിയ ഗിഫ്റ്റുകളെല്ലാം കൂടി വാരി വെച്ചിരിക്കുന്ന ബോക്സ് അവൾ കണ്ടത്. അതുകൊണ്ട് ബ്ലാങ്കറ്റ് എടുത്ത ശേഷം അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അവൾ അമ്മയെ മുറിയിൽ നിന്ന് പറഞ്ഞയക്കുന്നു. മുറി ലോക്ക് ചെയ്ത ശേഷം അവൻ്റെ ആ ബോക്സ് എടുത്ത് അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അവൻ നൽകിയ പാവകളും മറ്റ് ഗിഫ്റ്റുകളും ഒക്കെ ഇപ്പോഴും അതിൽ തന്നെ ഇരിപ്പുണ്ട്. പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞിട്ട് അത് വീണ്ടും എടുത്തപ്പോൾ വണ്ടിയിൽ നിന്ന് അവൻ പറഞ്ഞതിനെക്കുറിച്ചാണ് അവൾക്ക് ഓർമ്മ വന്നത്. തൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളായാലും കുഴപ്പമില്ല എന്നവൻ പറഞ്ഞത് സീരിയസ് ആയി തന്നെ ആയിരിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നു. അതൊന്നറിയാനായി അവൾ ഫോൺ എടുത്ത് യാനിനൊരു ഗേൾഫ്രണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്, അവനേക്കാൾ കുറച്ച് ഏജ് കുറവാണ് എന്ന് തോന്നുന്നു എന്ന് ജാഷുവിന് മെസ്സേജ് അയക്കുന്നു. ഏജ് കുറവാണെങ്കിൽ എന്താണ്, 18 വയസ്സുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തിയായവരല്ലേ, പിന്നെന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് അവൻ അവൾക്ക് വോയിസ് മെസ്സേജ് ഇടുന്നു. മറ്റൊരാളുടെ കാര്യത്തിൽ കുറച്ച് ഏജ് കൂടുതലുള്ള ബോയ്ഫ്രണ്ടിനെ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാലും അവളുടെ കാര്യത്തിൽ അതിന് സാധിക്കുമോ? അവൾ എന്നെ അവളുടെ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ അവൻ അതിനുശേഷം ചിന്തിക്കുന്നുണ്ട്.
എനിക്കിപ്പോൾ 19 വയസ്സായി കഴിഞ്ഞില്ലേ, അപ്പോൾ എന്നെയും അതുപോലെ പ്രായപൂർത്തിയായ ഒരാളായി അവന് കണ്ടുകൂടെ? പക്ഷെ അവൻ്റെ മനസ്സിൽ ഞാൻ എന്നും 14 വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കുമെന്ന് അവളും മനസ്സിൽ വിചാരിക്കുന്നു. ആ ഇടയ്ക്ക് ഒരു ദിവസം ഒരു ബിസിനസ് ആവശ്യത്തിനായി ഇഹയിലെത്തിയ ഫൈ ജാഷുവിനെ കാണുന്നു. വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് മുമ്പ് ജാഷു സൂചിപ്പിച്ച പെൺകുട്ടിയെക്കുറിച്ച് ഫൈ ചോദിച്ചത്. ഞങ്ങൾക്കിടയിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അവൾക്ക് എന്നേക്കാൾ കുറച്ച് പ്രായക്കുറവാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ കുറ്റബോധമുണ്ടെന്നൊക്കെ ജാഷു പറയുന്നു. 18 വയസ്സായെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം എന്ന് ഫൈ ചോദിക്കുന്നു. അവൾക്ക് മറ്റാരും ഇഷ്ടമാണെന്ന് ജാഷു പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നതൊക്കെ പറയാൻ ഫൈ പറയുന്നു. അവൾക്ക് ഇഷ്ടമുള്ള ആളിനെക്കുറിച്ച് അവൻ വിവരിച്ചപ്പോൾ ഇത് നിന്നെക്കുറിച്ച് തന്നെയല്ലേ പറയുന്നത് എന്ന് ഫൈ അവനോട് ചോദിക്കുന്നു. ജാഷു ആദ്യം അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ കേട്ടിടത്തോളം അവനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഫൈ വീണ്ടും പറയുന്നു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അതിന് സാധ്യതയുണ്ടെന്ന് ജാഷുവിനും തോന്നിയത്. അവൾ ഇഷ്ടപ്പെടുന്നത് തന്നെയാണെന്ന് അതോടെ അവന് സംശയമാകുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫെയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി അവളുടെ സിറ്റിയിലെത്തിയിട്ടുണ്ട്. പിന്നീട് തമ്മിൽ കാണാം എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയച്ചത്. വന്നവരും അവൻ എന്തിനാണ് എന്നോട് പറയുന്നതെന്ന് അവൾ സംശയിക്കുന്നു. ഫെയുടെ വെഡ്ഡിംഗ് പാർട്ടിക്ക് യാൻ്റെ ഒപ്പം അവളും പോകുന്നു. പക്ഷേ ചെന്നപ്പോൾ മുതൽ ജാഷു വന്നിട്ടുണ്ടോ എന്ന് അവൾ ചുറ്റും തിരയുന്നു. പക്ഷെ അവർ ചെന്ന് ഒരു സീറ്റിൽ ഇരുന്ന ശേഷമാണ് ജാഷു എത്തിയത്. അവരെ കണ്ടവൻ അടുത്തേക്ക് വന്നപ്പോഴാണ് താൻ സമ്മാനമായി നൽകിയ ടൈ ആണ് അവൻ കെട്ടിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതി അവളെ കാണിക്കാനായി അവൻ ടൈയിലൊന്ന് പിടിച്ചിട്ടൊക്കെയാണ് അവിടെ ചെന്നിരുന്നത്. നീ എന്നെക്കുറിച്ചൊരു നല്ല കാര്യം പറഞ്ഞാൽ നിനക്ക് ഞാനൊരു റെഡ് പോക്കറ്റ് തരാമെന്ന് അവൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഞാൻ അവനോട് പറയുന്നു. നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഇന്നു മുതൽ ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിച്ചാലെന്ന് ചോദിച്ച് ജാഷു അവനെ ചേട്ടാന്ന് വിളിക്കുന്നു. ബ്രോ എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ കുറേ തവണ പറഞ്ഞെങ്കിലും അവൻ വീണ്ടും ചേട്ടാ എന്ന് തന്നെ വിളിക്കുന്നു. ഇവനിത് എന്ത് പറ്റിയെന്ന് സാക്ഷി അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. ജാഷു ഒരു നാണക്കേടുമില്ലാതെ അവനെ പിന്നെയും ചേട്ടാ എന്ന് വിളിക്കുകയാണ്. മാത്രമല്ല റെഡ് പോക്കറ്റ് പിടിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നു. ഇവരെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചെന്ന് സാക്ഷി രഹസ്യമായി ഞാനോട് ചോദിക്കുന്നു. പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഫോണിൽ ഇഹയിലെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ് എടുത്ത് കാണിച്ചിട്ട് നിന്നെ അത്യാവശ്യമായി ഇവിടെ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാഷു പിന്നെയും അവനെ ചേട്ടൻ എന്ന് തന്നെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. അവൻ്റെ ശല്യം സഹിക്കാതെ ഞാൻ സാക്ഷിയെ എഴുന്നേൽപ്പിച്ച് അവനിരുന്ന സീറ്റിലിരുത്തിയിട്ട് അവൾ ഇരുന്നിരുന്ന സീറ്റിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ ചെന്നിരുന്നിട്ടും അവൾ ജാഷുവിനോടൊരു ഹായ് പോലും പറയുന്നില്ല. അപ്പോഴേക്കും വധൂവരന്മാർ വേദിയിലേക്ക് വരുന്നതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിയുന്നു. പിന്നെ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പാർട്ടി തുടങ്ങിയപ്പോൾ നീ എന്താണ് ഇതുവരെ എന്നോട് ഹായ് പോലും പറയാതിരുന്നതെന്ന് ജാഷു അവൾക്ക് മെസ്സേജ് അയക്കുന്നു. ഫോണിലേക്ക് നോക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവളത് കണ്ടെങ്കിലും മറുപടിയൊന്നും നൽകുന്നില്ല. ആ സമയത്ത് അവളുടെ ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കഴിക്കാൻ മറക്കരുതെന്ന് അച്ഛനും അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവളുടെ പെറ്റ് നെയിമായ ഷിഷിയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അച്ഛൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജാഷു അത് കാണുന്നുണ്ട്. ഷിഷി ആരാണെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അതെൻ്റെ പെറ്റ് നെയിമാണ് എന്ന് ചേട്ടൻ അറിയില്ലേ? അച്ഛനും അമ്മയും ഒക്കെ എന്നെ അങ്ങനെയാണല്ലോ വിളിക്കാറ്. ഞാൻ കുരുത്തക്കാടൊന്നും ഒപ്പിച്ചില്ലെങ്കിൽ ഞാനും വിളിക്കാറുണ്ടെന്ന് അവൾ പറയുന്നു. വേറെ ആരൊക്കെയാണ് അങ്ങനെ വിളിക്കാറുള്ളതെന്ന് അവൻ ചോദിച്ചപ്പോൾ എന്നോട് അടുപ്പമുള്ളവരൊക്കെ എന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് അവൾ പറയുന്നു. നിന്റെ ഫോണിൽ എന്താണ് എൻ്റെ നമ്പർ ബ്രദർ 2 എന്ന പേരിൽ സേവ് ചെയ്തിരിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് നിന്റെ ബ്രദർ ആകുന്നതെന്ന് അവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ 1ാമത്തെ ബ്രദറും ചേട്ടൻ 2ാമത്തെ ബ്രദറും ആയതുകൊണ്ടാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അവൾ ചോദിച്ചപ്പോൾ അവനൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാതെ നീ ഇഷ്ടപ്പെടുന്ന ആളിന് എത്ര വയസ്സുണ്ട് എന്നവൻ ചോദിച്ചത്. ഇവൻ എന്താണ് ഇപ്പോൾ അത് ചോദിക്കുന്നതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതറിഞ്ഞിട്ട് ചേട്ടൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നുമുണ്ട്. നിന്റെ അതേ പ്രായമാണോ? കോളേജിൽ കൂടെ പഠിക്കുകയാണോ എന്നവൻ ചോദിച്ചപ്പോൾ അല്ല എന്നവൾ പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവനെ പരിചയപ്പെട്ടതെന്നായി അവൻ്റെ ചോദ്യം. ഒരു ക്ലബ്ബിൽ വെച്ചാണ് പരിചയപ്പെട്ടത് എന്നവൾ കള്ളം പറയുന്നു. പക്ഷേ കരോക്കെ സെൻറ്ററിൽ വെച്ച് പരിചയപ്പെട്ടെന്നാണല്ലോ അന്ന് കുടിച്ച് ബോധമില്ലാത്ത ദിവസം നീ എന്നോട് പറഞ്ഞത് എന്ന് അവൻ നമ്പർ എടുക്കുന്നു. അങ്ങനെ പറഞ്ഞു കാണുമെന്ന് സംശയിച്ച അവൾ ശരിയാണ്, ഞങ്ങൾ കരോക്കെ സെൻറ്ററിൽ വെച്ചാണ് പരിചയപ്പെട്ടത്, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണെന്ന് അവൾ മാറ്റി പറയുന്നു. അതോടെ അവൾ പറയുന്നത് കള്ളമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. താൻ തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്ന ആളെന്ന് അവനിപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഫെയുടെ മിടുക്കോർത്ത് അവൻ അറിയാതെ ചിരിച്ചു പോകുന്നു. അവൻ്റെ ചിരി കണ്ട് എന്താണ് കാര്യമെന്ന് അവൾ അന്വേഷിച്ചപ്പോൾ ഫെയ് മിടുക്കനാണെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു എന്നവൻ പറയുന്നു. ഫെയ്ക്ക് ഇതുമായി എന്താണ് ബന്ധം എന്നവൾ ചോദിച്ചപ്പോൾ അവൻ മറുപടി ഒന്നും നൽകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് അവനോട് ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. ഇവൻ എന്നെ വെറുതെ അവിടെ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് തോന്നല്ലോ എന്നവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സീറ്റിലേക്ക് മാറിയിരിക്കാൻ ഞാനോട് പറയുകയും ചെയ്യുന്നു. പക്ഷേ ജാഷുവിൻ്റെ ചേട്ടാവിളി കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കുന്നില്ല. സാക്ഷി ടേബിളിലുണ്ടായിരുന്ന ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു സ്ട്രോബെറി എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് യാൻ്റെ മറ്റൊരു ഫ്രണ്ട് വന്ന് അതെടുത്ത് കഴിച്ചത്. അവൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നുണ്ട്. ജാഷു അത് ശ്രദ്ധിക്കുന്നു. ഞാനും ഫ്രണ്ട്സും ഒക്കെ കുറച്ച് നന്നായി മദ്യപിച്ചു തുടങ്ങിയപ്പോൾ സാക്ഷിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നില്ല. യാനോട് പറഞ്ഞിട്ട് അവൾ തനിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. അവൾ അവിടെ അസ്വസ്ഥയോടെ ഇരിക്കുന്നത് ജാഷു നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അവനോട് പറഞ്ഞിട്ടാണ് അവൾ എഴുന്നേറ്റ് പോയത്. പക്ഷേ അവൾ പുറത്തെത്തിയപ്പോഴേക്കും യാൻ്റെ കയ്യിൽ നിന്ന് കാറിൻ്റെ കീയും വാങ്ങി അവളെ കൊണ്ടുവിടാനായി ജാഷു പുറകെ എത്തുന്നു. തനിച്ച് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് ബുദ്ധിമുട്ടാകില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിന്നെ കൊണ്ടുവിടുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായേനെ എന്നവൻ പറയുന്നു. മാത്രമല്ല യാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ റെഡ് പോക്കറ്റ് അവൾക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൾ അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. ആ സമയത്ത് അവൻ അവളെ ശിഷ്യെന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് ഞാൻ വിളിച്ചതെന്ന് അവൾ കുറച്ച് അത്ഭുതത്തോടെ ചോദിക്കുന്നു. നിന്നോട് അടുപ്പമുള്ളവർ അങ്ങനെയാണ് വിളിക്കുന്നതെന്നല്ലേ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ ആ കവർ അവളെ തന്നെ ഏൽപ്പിക്കുന്നു. അവൻ്റെ ഓരോന്നിലുമുള്ള ഈ മാറ്റത്തിന് കാരണം എന്താണെന്നൊരു പിടിയും കിട്ടാതെയാണ് അവൾ മുന്നോട്ട് നടന്നത്. അപ്പോഴാണ് നീ നാളെ എത്ര മണിയുടെ ഫ്ലൈറ്റിനാണ് ഇഹയിലേക്ക് പോകുന്നത് എന്നവൻ ചോദിച്ചത്. രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ് എന്നവൾ പറഞ്ഞപ്പോൾ ഞാനും അതേ ഫ്ലൈറ്റിൽ തന്നെയാണ്. ഞാൻ രാവിലെ വീട്ടിലേക്ക് വന്ന് നിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞവൻ മുന്നോട്ട് നടക്കുന്നു. അവൾക്ക് വേണ്ടത് പറയാനുള്ള സമയം പോലും അവൻ നൽകുന്നില്ല. അവൻ അവളെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുവിടുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അവൻ അവൾക്കൊരു ഗിഫ്റ്റ് നൽകുന്നു. അവിടെ വെച്ചത് തന്നെ തുറന്നു നോക്കാനും പറയുന്നുണ്ട്. ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു അത്.
അതിൽ അവളുടെ പേരിൻ്റെ 2 അക്ഷരങ്ങളുമുണ്ട്. അത് ഇഷ്ടപ്പെട്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറഞ്ഞപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് അവളെ അകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അന്നത്തെ അവൻ്റെ പെരുമാറ്റം കാരണം ഇവനിത് എന്ത് പറ്റിയതാണെന്ന് ചിന്തിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവൾ അകത്തേക്ക് കയറിപ്പോയത്. മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രേസ്ലെറ്റ് ഗിഫ്റ്റായി നൽകുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. ലവേഴ്സിനുള്ള ഗിഫ്റ്റാണതെന്ന് അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അവൾ സംശയിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ സാങ്ഷയെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്ന വഴി ജാഷു ഒരു കടലിൽ നിർത്തി കുറച്ച് സ്ട്രോബെറി വാങ്ങി അവൾക്ക് നൽകുന്നു. നിനക്കിത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാണ് അവൻ അത് നൽകിയത്. വണ്ടി മുന്നിട്ടെടുത്തിട്ടും അവൾ അത് കഴിക്കാതെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് നീ കഴിക്കുന്നില്ല എന്നവൻ ചോദിക്കുന്നു. ചേട്ടന് വേണമെന്ന് അവൾ ചോദിച്ചപ്പോൾ കിട്ടിയാൽ കഴിക്കാം എന്നവൻ പറയുന്നതിനാൽ അവൾ ഒരെണ്ണം അവന് നീട്ടുന്നു. അവൻ പക്ഷെ അത് വാങ്ങുന്നില്ല. അവൾ അവൻ്റെ കൈയുടെ അടുത്തേക്ക് നീട്ടിപ്പിടിച്ചപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരാൻ അവൻ പറയുന്നു. ഞാൻ കഴിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിച്ചപ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്ന് അവനത് കടിച്ചെടുക്കുന്നു. സാങ്ഷി അന്തം വിട്ട് വായും തുറന്നവനെ നോക്കിയിരിക്കുന്നുണ്ട്. ബോധം വന്നപ്പോൾ പെട്ടെന്ന് ചമ്മലോടെ മുഖം തിരിക്കുന്നു. ചാഷു അവൾ കാണാതെ ഒരു കള്ളച്ചിരി ഇരിക്കുന്നതും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.